ഹലോ ഗൈസ്, നമസ്കാരം. അവിനാഷാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് അടിമാലിയിലാണ്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ 14 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫ് ഹൗസിലാണ്. അപ്പോൾ ഞാനവിടെ വന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊരു വെള്ളച്ചാട്ടം കാണാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയിരുന്നു. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ വെള്ളച്ചാട്ടമാണ്, നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട് ആ സ്ഥലം. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ ഇതൊന്ന് കാണിച്ചിരുന്ന ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കൂടി ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അഥവാ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ലൈക്ക്, ഷെയർ, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളൊക്കെയാണ് എൻ്റെ പൂർണ്ണ ശക്തി എനിക്കിനി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. അപ്പോൾ ഞാനങ്ങനെ വീടിൻ്റെ ബാക്കിലേക്ക് നടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ലൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഉള്ള വഴിയുടെ ഒരുപാട് ചെറുതായിട്ട് കുറച്ച് കുരുമുളക്, അങ്ങനെ ഒരു ജാതിക്ക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോണ റൂട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സുന്ദരമായിട്ടുള്ള ചെറിയൊരു കാടെന്നൊക്കെ പറയാം. നല്ല രസമാണ്, നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്. ശരിക്കും നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെയുള്ള വഴിയാണ്, അങ്ങോട്ടാണ് പോണത്. അവിടെ ഒരു ചെറിയൊരു, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോണത്. അവിടെ നമ്മുടെ ഫാമിലീസ് ഉണ്ട്, എൻ്റെ മക്കളും അളിയൻ്റെ മക്കളും അളിയനും വൈഫൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവരെ അറിയാതെ അങ്ങോട്ട് പോവുകയാണ്. ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ പോണ വഴിക്കുള്ള കുറച്ച് ഭംഗിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനങ്ങനെ ഇപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തി. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ആ ചെറിയൊരു വെള്ളച്ചാട്ടം പറഞ്ഞത്. അവിടെ എൻ്റെ മോൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അളിയൻ്റെ മോളുണ്ട്, എൻ്റെ മോളുണ്ട്, എല്ലാവരും ഭയങ്കര ആർമാദമാണ് അവിടെ. കാരണം വീടിൻ്റെ തൊട്ട് ബാക്കിലായതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇത് നേരെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വലിയ കാടാണ്. ആ കാടിൻ്റെ അവിടുന്ന് വെള്ളം നേരെ താഴത്തേക്ക് വന്നിട്ട് അവിടെ ഒരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ട് കൂടെ ആണിത് ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. നമ്മുടെ കുഞ്ഞളിയനാണ് അവിടെ ഉള്ളത്, മക്കളുടെ ഒപ്പം. ആൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റാണ്. അവരുടെ എന്താഗ്രഹവും ആൾ സഹായിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നേരെ വെള്ളം തലയ്ക്ക് വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ്റെ ഒരു ഐഡിയയിൽ വന്നതാണ്. ആ പാള പോലെ ഉണ്ടാക്കി ആ വെള്ളം മക്കളുടെ തലയിലേക്ക് വീഴുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ തലയ്ക്ക് വേദന ഉണ്ടാവുമല്ലോ, അതിന് ചെയ്ത നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ. എന്താ രസമല്ലേ? ശരിക്കൊരു വലിയൊരു വെള്ളച്ചാട്ടം നമ്മൾ കാണുന്നൊരു ഫീലാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആ മുകളിലേക്കൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതെവിടെ നിന്നാണ് ആ വെള്ളം വരുന്നതെന്ന്. നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലൊരു ഭയങ്കര വലിയൊരു പാറയാണ്, വലിയൊരു കുന്നൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ദൂരത്തു നിന്നാണ് ഈ വെള്ളം വരുന്നത്. നേരെ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് കുറേ പേര് വെള്ളം പിടിക്കണമൊക്കെ ഉണ്ട്. ഈ വെള്ളം വീടുകളിലേക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ പൈപ്പ് വെച്ചിട്ട് നേരെ വെള്ളം വീട്ടിലേക്കൊക്കെ വരുത്തുന്നുണ്ട്. അത്രയും ഇതായിട്ടുള്ളൊരു വെള്ളമാണ്, നല്ല തണുപ്പാണ് വെള്ളം. അതാണ് പിള്ളേർ ഇങ്ങനെ ആസ്വദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും കുറച്ച് നേരം എല്ലാവരും ഒന്ന് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വ്യൂസിന് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്.